ഇനി നമുക്ക് പ്രഥമസ്കന്ധത്തിലെ അടുത്ത വരികളിലേക്ക് കടക്കാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയതന്യൽ തന്വാ വാചാധിയാ വാ ഭജതി ബദഃ ജനക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേതാവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഠാപഹത്യേ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമഹ. ഇനി ഈ വരികളുടെ സ്വതന്ത്രമായ ഭാവാർത്ഥം നോക്കാം. ഇത്രയേറെ മഹാത്മ്യമുള്ളതും ദുർലഭവുമായ ബ്രഹ്മതത്വം സുലഭമായി കരഗതമാവാനുള്ള കാണാനുള്ള സാധ്യതയുണ്ടായിട്ടും ചില ജനങ്ങൾ ശരീരം, വാക്ക്, മനസ്സ് എന്നിവ കൊണ്ട് അന്യദേവന്മാരെ സേവിക്കുന്നു എന്നത് വളരെ കഷ്ടം തന്നെയാണ്. ഇത് കവി ക്ഷുദ്രമനോഭാവമായി കണക്കാക്കുന്നു. പക്ഷേ കവി ഉറച്ച മനസ്സോടെ പ്രാപഞ്ചിക ദുഃഖവിനാശത്തിനു വേണ്ടി സർവ്വജീവജാലങ്ങളുടെയും ആത്മാക്കളുടെയും നായകനും പരബ്രഹ്മമൂർത്തിയുമായ ഈ ഗുരുവായൂർനാഥനെ തന്നെ എല്ലാത്തിനും ആശ്രയിക്കുന്നു. ഇവിടെ കവിയുടെ ഗുരുവായൂരപ്പനിൽ കവിക്കുള്ള അചഞ്ചലമായ വിശ്വാസവും പ്രതീക്ഷയും സ്നേഹവും ബഹുമാനവും സർവോപരി ശ്രീകൃഷ്ണ ഭക്തിയും പ്രകടമാണ്. ഇനി ശ്രീനാരായണീയം പ്രഥമസ്കന്ധം 1-ാം ദശകത്തിലെ അടുത്ത വരികൾ നോക്കാം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹൂസ്തദാത്മാ കസ്മാന്നോ നിഷ്കളത്വം സകള ഇതി വചസ്ത്വൽ കലാസേവ ഭൂമൻ. ഈ വരികളുടെ സ്വതന്ത്ര വ്യാഖ്യാനം ഇനി പറയാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാനെ കാണാനെത്തുന്നവർക്ക് നിശ്ചലനായ, എപ്പോഴും പ്രസന്നവദനായ, എല്ലാത്തിലും പരിപൂർണനായ, പരമാനന്ദം പകരുന്ന പീയൂഷത്തിൻ്റെ അഥവാ അമൃതിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന ഭഗവാനിൽ മോക്ഷം അഥവാ സായുജ്യം ലഭിച്ച എണ്ണമറ്റ ജീവാത്മാക്കളോടുകൂടി പ്രകാശിക്കുന്ന പരിശുദ്ധമായ ഭഗൽ സ്വരൂപം കാണാം. ഭഗവാന്റെ ആ സ്വരൂപം കവി പരബ്രഹ്മസാഗരത്തിൻ്റെ അതിനിർമ്മലമായ തിരമാലകളായി അതിൻ്റെ ശോഭയ്ക്ക് തുല്യമായി കാണുന്നു എന്ന് ജ്ഞാനികളെ ഉദ്ധരിച്ചു പറയുന്നു. അങ്ങനെയുള്ള ഭഗവാൻ നിഷ്കളങ്കനാണ്. മനസ്സിൽ മറ്റൊരു കൽമഷവുമില്ല. ഇത് ഭഗവാന്റെ അംശങ്ങളായ അവതാരങ്ങളെ സംബന്ധിച്ച് മാത്രം പറയാവുന്ന കാര്യമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ഭക്തിപരസരം പോയ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഇത്. ആ ഭഗവത് വിഗ്രഹത്തിൽ അചഞ്ചലമായ വിശ്വാസത്തോടെ ദർശിക്കുന്ന ഏവർക്കും മേൽപ്പത്തൂർ വിശേഷിപ്പിക്കുന്ന ഈ കാഴ്ച അനുഭവഭേദ്യമാകുന്നു.